നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ നിഗൂഢവും ഒരുപാട് കൗതുകം നിറഞ്ഞതുമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എമറാൾഡ് ടാബ്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നഷ്ടപ്പെട്ടു പോയ ഒരു പുരാതന നാഗരികതയുടെ എല്ലാ ജ്ഞാനവും ഇതിലുണ്ട്. അതും ഈ ഗ്രന്ഥം എഴുതിയതെന്ന് പറയപ്പെടുന്ന ആ അമരനായ വ്യക്തി നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ഇതിലെ ഓരോ വരികളും. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ ടാബ്ലറ്റുകളുടെ ഇതിഹാസം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഇതിന്റെ രചയിതാവായ തോത്തിന്റെ നിഗൂഢമായ യാത്രയെക്കുറിച്ചറിയും. അറ്റ്ലാന്റിസിന്റെ തകർച്ച, പിരമിഡുകളുടെ രഹസ്യങ്ങൾ, അവസാനം മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം എല്ലാം നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാല്ലേ. എന്താണ് ഈ എമറാൾഡ് ടാബ്ലറ്റുകൾ? കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കൗതുകം തോന്നുന്നില്ലേ? ഈ ഗ്രന്ഥം പറയുന്ന ചരിത്രം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഏകദേശം BC 50,000 പുരാതന ഈജിപ്തിൽ തോത്ത് എന്നയാൾ ഭരണം തുടങ്ങി എന്ന് പറയുന്നു. പിന്നെ BC 36,000 ആയപ്പോഴേക്കും അദ്ദേഹം ഈ ടാബ്ലറ്റുകൾ അവിടെ ഉപേക്ഷിച്ചു പോയി. ഒന്നാലോചിച്ചു നോക്കൂ, 10,000-കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, അതായത് 1925 മാത്രമാണ് ഈ ടാബ്ലറ്റുകൾ വീണ്ടും കണ്ടെത്തുകയും അതിലെ കാര്യങ്ങൾ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? അപ്പോ ഇത് വെറും കല്ലിൽ കൊത്തിയെടുത്ത എന്തോ ഒന്നാണെന്ന് വിചാരിക്കരുത്. ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ഇത് ഒരു തരം നിഗൂഢമായ സാങ്കേതികവിദ്യയാണ്. മരതക പച്ചനിറത്തിലുള്ള 12 ഫലകങ്ങൾ, ഒരുതരം ആൽക്കമിയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തു കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഒന്നിനും നശിപ്പിക്കാൻ കഴിയില്ല. അതിലും വലിയ അത്ഭുതം, ഇതിലെ അക്ഷരങ്ങൾ വായിക്കുന്ന ആളുടെ ചിന്തകൾക്കനുസരിച്ച് പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടാബ്ലറ്റുകളേക്കാൾ പ്രധാനം ഇതിന് പിന്നിലെ ആ വ്യക്തിയാണ്. ആരാണയാൾ? അറ്റ്ലാന്റിസുകാരനായ തോത്ത്. അവിടെ നിന്നാണ് ഈ കഥ ശരിക്കും തുടങ്ങുന്നത്. നമ്മുടെ ചരിത്രം തുടങ്ങുന്നതിനും എത്രയോ കാലം മുൻപ് കടലിനടിയിൽ മുങ്ങിപ്പോയെന്ന് വിശ്വസിക്കുന്ന അറ്റ്ലാന്റിസ് എന്ന ആ മഹാനാഗരികതയിൽ അതിന്റെ തലസ്ഥാനമായ ക്യോർ നഗരത്തിലാണ് തോത്ത് ജനിച്ചത്. അവിടെ വെച്ച് പുരാതനമായ രഹസ്യങ്ങളെല്ലാം പഠിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ ഒരു തീ തന്നെ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയിരിക്കെ ഡ്വെല്ലർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസാധാരണ ശക്തി അദ്ദേഹത്തെ വിളിച്ചു. അറ്റ്ലാന്റിസിലെ എല്ലാ ശക്തിയുടെയും ജീവന്റെയും ഉറവിടമായ അതീവ രഹസ്യമായ ഒരിടത്തേക്കായിരുന്നു ആ ക്ഷണം. അപ്പോ എന്താണ് ഈ അമെന്റിയുടെ ഹാളുകൾ? ഇതൊരു പാതാള ലോകമൊന്നുമല്ല കേട്ടോ. മറിച്ച് മുങ്ങിപ്പോയ അറ്റ്ലാന്റിസിനും എത്രയോ താഴെ ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു രഹസ്യലോകമാണിത്. ജീവനും മരണവുമെല്ലാം നിയന്ത്രിക്കുന്ന ഒരിടം. അവിടെ ജീവന്റെ പുഷ്പം എന്നറിയപ്പെടുന്ന ഒരു നിത്യമായ ഊർജമുണ്ട്. ഓരോ യുഗത്തിലും ജീവൻ പുനർജനിക്കുന്നത് അവിടെ നിന്നാണ്. മനുഷ്യരാശിയെ നയിക്കുന്ന പ്രകാശത്തിന്റെ കുട്ടികൾ എന്നു പറയുന്ന അത്യുന്നതരായ ജീവികൾ വസിക്കുന്നതും ഈ അമേൻറ്റിയിലാണ്. അങ്ങനെ അമൻട്രിയിലെത്തിയ തോത്ത് ജീവന്റെയും മരണത്തിന്റെയും അധിപന്മാരുടെ മുന്നിലെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ജീവന്റെ താക്കോൽ ലഭിച്ചു. അതോടുകൂടി മരണത്തെ ജയിച്ച് അദ്ദേഹം അമരനായി മാറി. സാധാരണ ജനന മരണചക്രത്തിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനായി. പക്ഷേ ഇത്രയൊക്കെ മഹത്വമുണ്ടായിരുന്ന ആ സുവർണ കാലഘട്ടം അധികനാൾ നീണ്ടുനിന്നില്ല. പതിയെ പതിയെ അറ്റ്ലാന്റിസിലെ ജനങ്ങളുടെ ചിന്തകൾ വഴിമാറാൻ തുടങ്ങി. അവരുടെ ചിന്തകൾ പ്രകാശത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിലേക്ക് നീങ്ങിത്തുടങ്ങി. അവർ നിരോധിക്കപ്പെട്ട അറിവുകൾക്ക് പിന്നാലെ പോയി. അങ്ങനെ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ അവർ തകിടം മറിച്ചു. അവസാനം ഡ്വെല്ലർ കോപാകുലനായി എന്നാണ് ഗ്രന്ഥം പറയുന്നത്. അതിന്റെ ഫലമായി ഒരു മഹാപ്രളയം തന്നെയുണ്ടായി. ഭൂമിയുടെ സന്തുലിതാവസ്ഥ ആകെ മാറിമറിഞ്ഞു. ആർത്തലച്ചുവന്ന തിരമാലകൾക്ക് കീഴെ ആ മഹത്തായ നാഗരികത അറ്റ്ലാന്റിസ് എന്നേക്കുമായി മുങ്ങിത്താണു. അവസാനം ആ പ്രകാശത്തിന്റെ ക്ഷേത്രം മാത്രം അവശേഷിച്ചു. എന്നാൽ ആ അന്തിമമായ നാശം സംഭവിക്കുന്നതിന് തൊട്ടുമുൻപ് തോത്തിന് ഒരു പുതിയ ദൗത്യം കിട്ടി. എന്തായിരുന്നു അത്? ആ പുരാതനമായ ജ്ഞാനത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു അത്. അദ്ദേഹം ആദ്യം ചെയ്തത് അറ്റ്ലാന്റിസിലെ ശേഷിച്ച ആളുകളെ ഒരുമിച്ചു കൂട്ടുകയായിരുന്നു. എന്നിട്ട് അവരെയെല്ലാം യജമാനന്റെ വലിയ കപ്പലിൽ കയറ്റി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവർ കടലുകൾ താണ്ടി ഖേം എന്ന ദേശത്തെത്തി. അതാണ് നമ്മളിന്ന് പുരാതന ഈജിപ്ത് എന്ന് വിളിക്കുന്നത്. അവിടെ അദ്ദേഹം തന്റെ മാന്ത്രികശാസ്ത്രം ഉപയോഗിച്ച് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയും അവിടുത്തെ ജനങ്ങളെ അറിവ് പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം പറയുന്നത്. ഗിസയിലെ ആ വലിയ പിരമിഡ് പണികഴിപ്പിച്ചത് തോത്തായിരുന്നു എന്ന് ഈ ഗ്രന്ഥം പറയുന്നു. പക്ഷേ അതൊരു ശവകുടീരമായിട്ടായിരുന്നില്ല. മറിച്ച്
അറ്റ്ലാന്റസിലെ ആ ജ്ഞാനം സൂക്ഷിച്ചു വെക്കാനുള്ളൊരു പേടകമായിട്ടും അമെന്റിയുടെ ഹാളുകളിലേക്കുള്ള ഒരു കവാടമായിട്ടുമായിരുന്നു അത് നിർമ്മിച്ചത്. അപ്പോ ഈ വലിയ യാത്രയുടെയൊക്കെ അവസാനം തോത്ത് നമുക്കു വേണ്ടി, അതായത് മനുഷ്യരാശിക്കു വേണ്ടി സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ആ പ്രധാനപ്പെട്ട അറിവെന്തായിരുന്നു? ഈ ടാബ്ലറ്റുകളിലെ പ്രധാന ആശയം പ്രപഞ്ചത്തിലെ 2 അടിസ്ഥാന ശക്തികളെക്കുറിച്ചാണ്. ഒന്ന് പ്രകാശം, അത് ക്രമത്തെയും ജ്ഞാനത്തെയും നിയമത്തെയും പ്രതിനിധീകരിക്കുന്നു. മറുവശത്ത് ഇരുട്ട്, അത് അരാജകത്വത്തെയും അജ്ഞതയെയും അടിമത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇവ തമ്മിലുള്ള ഒരു നിരന്തര സംഘർഷമാണ് ജീവിതം. ഈ ഗ്രന്ഥം നമ്മളോട് പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: ഓരോ മനുഷ്യനും ഒരു ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട ഒരു നക്ഷത്രമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവികമായ അഗ്നിയുണ്ട്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ നക്ഷത്രം ഒരു പുതിയ ജീവിതത്തിലേക്ക് വിടരുകയുള്ളൂ. ആ പ്രകാശത്തിലേക്ക് തിരികെ എത്തുക, അതാണ് നമ്മുടെയെല്ലാം യഥാർത്ഥ ലക്ഷ്യം. അപ്പോ ജ്ഞാനത്തിലേക്കുള്ള ഈ വഴിയിൽ നമ്മളെ സഹായിക്കാൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ അറിവിൽ അഹങ്കരിക്കരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക. നിശബ്ദതയ്ക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നിയമത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ. പിന്നെ ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും മുകളിലേക്ക്, പ്രകാശത്തിലേക്ക് ഉയർത്തുക. ഇതൊക്കെ ജ്ഞാനം തേടുന്ന ആർക്കും ഒരു വഴികാട്ടിയാണ്, അല്ലേ? അപ്പോൾ ഈ എമറാൾഡ് ടാബ്ലറ്റുകൾ നമ്മളുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. തോത്തേതിയതുപോലെ നമ്മൾ ഓരോരുത്തരും രാത്രിയിൽ തിളങ്ങുന്ന ഒരു അഗ്നിയാണോ? ആ പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കുന്നവർ? ഒരുപക്ഷേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ ഉത്തരം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് തിരയേണ്ടത്. ആ ഉത്തരം കണ്ടെത്താനുള്ള യാത്ര നമ്മൾ ഓരോരുത്തരും തനിയെ നടത്തേണ്ട ഒന്നാണ്.